വെൽക്കം ബാക്ക് ടു രീരീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ മുരിങ്ങക്കായ കൊണ്ടുള്ളൊരു റോസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മുരിങ്ങക്കായയുടെ സീസണാണല്ലോ ഇപ്പോൾ. ഈ സമയത്ത് എല്ലായിടത്തും കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ മുരിങ്ങക്കായ. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ്, ഇത് ഭയങ്കര എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുരിങ്ങക്കായ റോസ്റ്റാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ സ്റ്റൗ ഓണാക്കി പാൻ വെച്ചു. ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകൊക്കെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നിട്ട് നമുക്കിതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലോണം പൊട്ടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 അല്ലി ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിവിടെ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ആയിരിക്കും ടേസ്റ്റ് കൂടുതൽ. ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്തിരിക്കുന്നു. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവിന് ആവശ്യമായിട്ട് നമുക്ക് കുറയ്ക്ക് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് മീറ്റ് മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി വെച്ചിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ്. നേരത്തെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ എണ്ണയിൽ ഇതിൽ തന്നെ കിടന്ന് നല്ലോണം മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കണം. ഇതിൽ മസാലയെല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുരിങ്ങക്ക ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം മതിയാകും. ഇനി നമുക്ക് ഈ മുരിങ്ങക്ക ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങക്ക ഇവിടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. മുരിങ്ങക്ക എല്ലാം നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ മുരിങ്ങക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സ്പൈസി ഈസിയുമായിട്ടുള്ള നമ്മുടെ മുരിങ്ങക്ക റോസ്റ്റ് എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി വളരെ എളുപ്പമാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും, കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.